ബംഗ്ലാദേശിൽ പുതിയ സംഭവവികാസങ്ങൾ എന്താ? ആദ്യം ഹിന്ദുക്കൾക്ക് നേരെയുള്ള നരഹത്യയായിരുന്നു, ഇപ്പോൾ ക്രൈസ്തവരിലേക്ക് തിരിയുന്നു എന്ന് കേൾക്കുന്നല്ലോ. ഹിന്ദുക്കൾക്ക് നേരെ നരഹത്യ നടക്കുന്ന കൂട്ടത്തിൽ ക്രൈസ്തവരുടെ പള്ളികളും ബുദ്ധമതക്കാരും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ മൈനോറിറ്റി ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ക്രിസ്ത്യാനികളുടെ 17 വീടുകൾ നിശേഷം കത്തിച്ച് ചാമ്പലാക്കി. നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായിട്ട് ഈ 19 വീടുകളുണ്ടായിരുന്നു അവിടെ. 19 വീട്ടുകാർ അവിടെ നിന്ന് അവരുടെ ഗ്രാമത്തിൽ പള്ളിയില്ല. രസകരമായൊരു സംഭവം, രസകരമല്ല സങ്കടകരമായൊരവസ്ഥ. പള്ളി ഉള്ളത് തോങ്ക്യാജറി വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. തോങ്ക്യാജറി വില്ലേജിലാണ് പള്ളിയുള്ളത്. ഇവരവിടെ താമസിച്ചിരുന്നവരാണ്. ഈ 19 പേരെ അവിടെ ഒരു ദിവസം ഈ യൂനുസിൻ്റെ ഹസീനയുടെ ഭരണം പോയതിന് ശേഷം അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. കാരണം ഈ സ്ഥലം ഞങ്ങളൊരു പോലീസ് ഓഫീസറുടെ ഭാര്യയുടെ പേരിൽ പാട്ടത്തിനെടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇവരുടെ വീട്, ഇവർ താമസിക്കുന്ന സ്ഥലം കാലങ്ങളായി പാവപ്പെട്ട ക്രൈസ്തവ സമൂഹം താമസിച്ചിരുന്ന സ്ഥലത്ത് എന്നിട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഇവിടുന്ന് മാറണം, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പാട്ടത്തിനെടുത്തു എന്ന് പറഞ്ഞ് ഇതുങ്ങളെ അവിടുന്ന് ഓടിച്ചു. ഇവരെ ഓടിച്ച് ഇവർ തൊട്ടടുത്ത് ബന്ദർ ബഡ്സ മേഖലയിലുള്ള ലാമ ഉപ്സില എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അവിടെ എന്തോ ഒരു തരിശു ഭൂമി ഇവർക്ക് കൊടുത്തു. അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവിടെ വന്നിട്ട് ഷീറ്റും മുളയും ഒക്കെ കൊണ്ട് ചെറിയ വീടുകളുണ്ടാക്കി. ഈ യൂനുസിൻ്റെ ഭരണം വന്ന ഇപ്പോൾ 4-5 മാസമല്ലേ, അതിനുശേഷം സ്വന്തം വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ വഖഫ് ചെയ്തെടുത്തു. എന്നിട്ട് അവരെ ആട്ടിപ്പായിച്ച് അവർക്ക് ഒരു തരിശു ഭൂമി കൊണ്ടിട്ട് അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. അവരുടെ സ്വന്തം അവരധ്വാനിച്ചുണ്ടാക്കിയ വീട് ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവരവിടുന്ന് ഓടിപ്പോന്ന് അവർ വീടൊക്കെ വെച്ചു. അപ്പോൾ ക്രിസ്മസ് അല്ലേ, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമല്ലോ. ഇവരെന്ത് ചെയ്തു? ഈ 17 കുടുംബക്കാർ, 19 കുടുംബക്കാരും നേരെ ക്രിസ്മസ് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. ഈ ചർച്ചുള്ള ഗ്രാമത്തിൽ, ചർച്ച് അവിടെയാണല്ലോ, അവിടുന്ന് ഇവരെ ഓടിച്ചു വിട്ടു. അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ചർച്ച്. ഇവരാ ഗ്രാമത്തിൽ പോയ തക്കം നോക്കി ഈ വീടും കത്തിച്ചു. ഇവരിപ്പോൾ താമസിക്കുന്ന വീട് കത്തിച്ചു. അതിൻ്റെ ഫോട്ടോ കാണിക്കുക, കത്തിച്ച് ചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വീടുകൾ രക്ഷപ്പെട്ടു. കാരണം ഇത് കണ്ടപ്പോൾ ഇവർ പള്ളിയിൽ നിൽക്കുമ്പോൾ ആകാശത്തേക്ക് കൂറ്റൻ തീ വീഴുന്ന കണ്ടു. അപ്പോൾ ഇവർക്ക് പേടിയുണ്ടായിരുന്നു, ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട് വിട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നത്. ഇവരുടനെ ഓടി തിരിച്ചു വന്നപ്പോൾ 2 വീടുകൾ രക്ഷിക്കാൻ പറ്റി. ഇപ്പോൾ 17 കുടുംബങ്ങൾ തെരുവിലാണ്. അപ്പോൾ ഹിന്ദുവിനെ മാത്രമാണ് കൊല്ലുന്നതെന്ന് കരുതിയവർക്ക് തെറ്റി. ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ ഇല്ലാതാക്കാൻ പോവുക. ഹിന്ദു 1 കോടി ഉള്ളത് കൊണ്ട് കൂടുതൽ ആക്രമണത്തിന് ഇരയാവുന്നു. അതിൻ്റെ വാർത്ത അവർ ശബ്ദം ഉണ്ടാക്കുന്നു, അവർ ബഹളം വയ്ക്കുന്നു, അവർ നിലവിളിക്കുന്നു, അവർ പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് ലോകം കേൾക്കുന്നുണ്ട്. എന്നാൽ പാവപ്പെട്ട ക്രിസ്ത്യാനി വളരെ നാമമാത്രമാണ്. ബുദ്ധമതക്കാർ അതിലും താഴെയാണ്. ഇവരെയൊക്കെ കൊന്നു തള്ളിയാൽ പോലും ഒരാളും കേൾക്കാനില്ല. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ബംഗ്ലാദേശിലെ പാവപ്പെട്ട 17 ക്രൈസ്തവ കുടുംബങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആദ്യം ഒന്ന് കൊള്ളയടിച്ചു. അവരെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടു. രണ്ടാമത് അവരെ കൊണ്ട് കുടിയിരുത്തിയ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്നും അവരുടെ വീടുകൾ കരിച്ച് അവരെ വഴിയാധാരമാക്കി. അവർ എങ്ങോട്ട് പോകും? മിക്കവാറും അവർ ഒരുപക്ഷെ ഈ മതഭ്രാന്തന്മാരുടെ, ഈ കടൽക്കിഴവനായ മതഭ്രാന്തനായ യൂനുസിൻ്റെ കീഴിലുള്ള മതഭ്രാന്തന്മാർ, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ കിരാത കിങ്കരന്മാരുടെ കൊലക്കത്തിക്കിരയാവാം. ആരും ചോദിക്കാനില്ല. എത്രയോ ആളുകൾ, നമ്മൾ എത്ര വീഡിയോ ചെയ്തു, എത്ര മനുഷ്യരെ കൊന്നതിനെക്കുറിച്ച്, എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ കണ്ടു. അവിടെ ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലിപ്പോൾ ഇവിടെ എങ്ങാണ്ടോ ഒരു പുൽക്കൂട്ടിന് കല്ലെറിഞ്ഞു എന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന ആളുകളില്ലേ, അവരെന്താ ബംഗ്ലാദേശിലെ ഈ ക്രൈസ്തവർക്ക് തിരുപ്പിറവി ദിവസം നടന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ഉണ്ടാകുന്നത്? ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കരോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, കുറച്ച് കാലം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ പാത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പാത്താമുട്ടത്ത് ഒരു കരോൾ സംഘം ഇറങ്ങി, സെൻറ്റ് പോൾസ് പള്ളിയോ എന്ന് മറ്റാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ, ഓർമ്മയെന്ന് പറയുക. പാത്താമുട്ടം പള്ളിയിൽ നിന്ന് കരോളിന് പോയ സംഘത്തെ DYFIക്കാർ ആക്രമിച്ചായിരുന്നു. ഈ കരോൾ സംഘം വന്നിട്ട് പള്ളിക്കകത്ത് അഭയം പ്രാപിച്ചു. എത്ര ദിവസമെന്നറിയോ? 3 ദിവസം പള്ളിക്കകത്ത് ഇരിക്കേണ്ടി വന്നു. DYFIക്കാർ പുറത്തിറക്കാൻ സംഭവിച്ചില്ല. പത്രവാർത്തയുണ്ട്, പത്രവാർത്തകളുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ പാത്താമുട്ടംകാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അതിൻ്റെ പത്രവാർത്ത കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കാണിക്കാം. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ ഒരു ബിഷപ്പും ഒരു മെത്രാനും ഒന്നും പറഞ്ഞില്ലല്ലോ. ബംഗ്ലാദേശിലെ ഈ ക്രൈസ്തവർക്ക് നേരെ ഇപ്പോൾ ഉണ്ടായ ഈ അതിക്രമം, അവർ കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പെട്ടോ എന്നറിയില്ല. അവർ എങ്ങോട്ട് പോകും?
ക്രിസ്മസ് കഴിഞ്ഞ് നമ്മളവിടെ കേരളത്തിലുള്ളവരൊക്കെ പുൽക്കൂടം വെച്ച് പാതിരാ കുർബാനയും കഴിഞ്ഞ് കേക്കും കഴിച്ച് വൈനും കഴിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, നിങ്ങളുടെ സഹോദരങ്ങൾ ബംഗ്ലാദേശിൽ ഇങ്ങനെയാണ്. അവർ ഇനി മരണത്തിന് മുന്നിലേക്കാണ് അവരിറങ്ങി നിൽക്കുന്നത്. ഇതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇവിടുത്തെ നാട്ടിലെ ആരെങ്കിലും ഒരാൾ ബംഗ്ലാദേശിലെ കൂട്ടക്കൊലയെ അപലപിക്കുന്നുണ്ടോ? കേരള നിയമസഭയ്ക്ക് ഒരു പ്രമേയം പാസ്സാക്കിയോ? അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ ഒരു സംഘടനയുണ്ട്, ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് സിഖ് കോർഡിനേഷൻ കമ്മിറ്റി എന്നൊരു സംഘടനയുണ്ട്, അറിയാവോ? എന്നുവെച്ചാൽ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനി ഒറ്റയ്ക്ക് വെള്ളം വെച്ച് ആരും കേൾക്കൂല. അതുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയുടെ പേര് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി എന്നാണ്. അങ്ങനെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ, ആർക്കെതിരെ എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇനി ഈ ലോകത്ത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ബുദ്ധമതക്കാരനും സിഖ് മതക്കാരനും നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുക. വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് ഇപ്പം സിഖുകാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അവർ തമ്മിൽ ഭയങ്കര കല്ലെറുമൊക്കെ നടന്നിട്ടുണ്ട്. സ്ഥലപ്പേര് ഞാൻ നോട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ വല്ലാത്ത അനിശ്ചിതാവസ്ഥ ബംഗ്ലാദേശിലുണ്ട്. ഇനി ബംഗ്ലാദേശിന് വേണമെങ്കിൽ, ബംഗ്ലാദേശിൽ ഇതൊക്കെ ചെയ്യുന്ന ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമോ? ഇന്ത്യയോട് അരി തരാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതെ, 1000 കോടി രൂപ ആർക്ക് കൊടുക്കാനുണ്ട്? അദാനിക്ക് കൊടുക്കാനുണ്ട്, കറണ്ടിന്, അല്ലേ? ഗോഡ പ്ലാന്റിൽ നിന്ന് 1500 മെഗാവാട്ട് കറണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 1500 മെഗാവാട്ടാണ് അദാനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാശ് കൊടുക്കാത്തതുകൊണ്ട് അദാനി അത് കട്ട് ചെയ്ത് ഇപ്പോൾ കൊടുക്കുന്ന 520 മെഗാവാട്ടായി കുറച്ചിട്ടുണ്ട്. എന്നിട്ടും കൊടുത്തിട്ടില്ല കാശ്. അദാനി ഒരു ജീവകാരുണ്യ പരിഗണന വെച്ചിട്ടാണ് ഈ 3/1 കുറച്ചിട്ടാണെങ്കിലും കറണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ത്രിപുര സർക്കാർ, ബംഗ്ലാദേശിൽ കറണ്ട് കൊടുക്കുന്നുണ്ട്, അറിയാമോ? ബംഗ്ലാദേശിൽ NDPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് വഴി ബംഗ്ലാദേശ് 60-70 മെഗാവാട്ട് വൈദ്യുതി പ്രതിദിനം ബംഗ്ലാദേശിന് ത്രിപുര കൊടുക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഉണ്ടല്ലോ, ചിറ്റഗോങ് വഴി വേണം നമുക്ക് അവിടെ യന്ത്രസാമഗ്രികളും മറ്റും ഇറക്കുമതി ത്രിപുരയിലേക്ക് കൊണ്ടുവന്ന്. ചിറ്റഗോങ് വഴിയാണ് അവിടെ തെർമൽ പവർ പ്ലാന്റ് ത്രിപുരയിൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ചിറ്റഗോങ് വഴിയാണ്. അപ്പോഴത്തേക്ക് ചിറ്റഗോങ് വഴി കടത്തിവിട്ടതിന് പകരമായപ്പം ഈ യന്ത്രസാമഗ്രികൾ കടത്തിവിട്ട് ബംഗ്ലാദേശ് ചോദിച്ചു, ഞങ്ങൾ സഹായിക്കുന്നതല്ലേ, ഇപ്പോഴല്ല ആസിയയുടെ കാലത്ത്, ഞങ്ങൾ സഹായിക്കുന്നതല്ലേ, നിങ്ങൾ പവർ പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാ വഴിയും തുറന്നു വന്നു, ചിറ്റഗോങ് കൂടെ സ്വതന്ത്രമായി നിങ്ങൾക്ക് കൊണ്ടുപോകാം, അപ്പം പകരം കുറച്ച് കറണ്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ത്രിപുര 60-70 മെഗാവാട്ട് ഒരു ദിവസം ബംഗ്ലാദേശിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ 200 കോടി രൂപ ത്രിപുര സർക്കാരിന് കൊടുക്കാനുണ്ട്. പൈസ അടയ്ക്കാനൊന്നും ഒട്ട് കയ്യിലില്ല, താനും ഇനിയും സാധനം വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ബംഗ്ലാദേശിനെ കംപ്ലീറ്റ് ഒതുക്കാം. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ അപ്പോഴത്തേക്ക് അന്താരാഷ്ട്ര മനുഷ്യാവകാശം, UN മനുഷ്യാവകാശം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വരും. അല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ പോലെ പോടാ UN എന്ന് പറഞ്ഞിരിക്കണം. ഇന്ത്യക്ക് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പരമ്പരാഗതമായി പാലിച്ചു വരുന്ന ഒരു നയതന്ത്ര നിലപാടുണ്ടല്ലോ. അങ്ങനെ നമ്മളെന്തിനാണ് കോവിഡ് വാക്സിൻ സൗജന്യമായിട്ട് ലോകത്തിൽ 100 രാജ്യങ്ങൾ കൊടുത്തു? വേണേൽ കൊടുക്കാതിരിക്കാമല്ലോ. കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ UK അമേരിക്ക ഒന്നും കൊടുത്തില്ല, നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ രാജ്യാന്തര ബന്ധങ്ങളെ ഒരു പവിത്രതയോടെ കാണുന്നവരാണ് ഇന്ത്യക്കാർ. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഇപ്പോൾ അദാനിയെ വിളിച്ചിട്ട് അവന് കറണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പണി തീർന്നു. ഇനി ത്രിപുര വിചാരിച്ചാൽ ബംഗ്ലാദേശിനെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യാം, വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്യാം. കാരണം ബംഗ്ലാദേശിന് ശുദ്ധജലം കിട്ടുന്ന ഡാമുകളൊക്കെ ഇരിക്കുന്ന ത്രിപുരയിലാണ്. ഓർക്കുന്നുണ്ടല്ലോ, ആദ്യമേ ഈ സംഭവം അങ്ങ് തുടങ്ങിയപ്പോഴേ പെട്ടെന്ന് ബംഗ്ലാദേശിൽ നിന്നിപ്പിന് ഒരു വെള്ളപ്പൊക്കം വന്നായിരുന്നു. കുറേ ആളുകൾ ഒലിച്ചു പോയായിരുന്നു. യൂനിസെഫ് പറഞ്ഞു മനഃപൂർവ്വം ഇന്ത്യ ചെയ്തതാണെന്നത് നമ്മൾ സംസാരിച്ചതാണ്. അതെ അതെ. അപ്പോൾ ബംഗ്ലാദേശിനെ ഒതുക്കാൻ ത്രിപുര ഒന്ന് മനസ്സ് വെച്ചാൽ ബംഗ്ലാദേശ് ഒന്നെങ്കിൽ അരിയുടെ കൂടെ വെള്ളവും കുടിച്ച് റെഡിയാവും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണ് ബംഗ്ലാദേശ് വന്ന് ഇന്ത്യയെ പിന്നെയും ചൊറിയുന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക്. അവന് ഈ പാകിസ്ഥാനൊക്കെ കൂട്ടുപിടിച്ച് വേണമെങ്കിൽ പുതിയൊരു സഖ്യം ഉണ്ടാക്കാന്നൊക്കെ ഇന്ന് ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ട് അതിൻ്റെ 71 ശേഷം വീണ്ടും ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കി ഷഹബാസുമായിട്ട് മുഹമ്മദ് യൂനിസ് ചർച്ച നടത്തി. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കൈ പൈസയില്ല, ഈ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇന്ത്യയാണ്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന്? മലയാളത്തിൽ ചൊല്ലുണ്ട്, ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി. അല്ലെ, പാകിസ്ഥാന്റെ അവസ്ഥയല്ലേ? അതെ. എവിടുന്നെങ്കിലും എന്തെങ്കിലും തരണേ, പിച്ചയെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പിച്ചക്കാരെ സൗദി അറേബ്യക്ക് വരെ കയറ്റിവിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. സൗദി അവരെ മുഴുവൻ വിമാനത്തെ കയറ്റി തിരിച്ചയച്ചു. അവിടെ മേലെ ഇവിടെ കയറിയ മുട്ടുകാല് തല്ലിപിടിക്കുന്നു പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ പാകിസ്ഥാനുമായിട്ടാണ് ബംഗ്ലാദേശ് സഖ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ബംഗ്ലാദേശ് നോക്കൂ, പാകിസ്ഥാന്റെ പള്ളക്ക് ഇപ്പോൾ
അഫ്ഗാനിസ്ഥാൻ കത്തിക്കയറ്റിക്കൊണ്ടിരിക്കുക. അതെ, ഒരു സൈഡിൽ കൂടെ വലിയ തോതിൽ താലിബാൻ സൈന്യം പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ പാകിസ്ഥാൻ അങ്ങോട്ട് വ്യോമാക്രമണം നടത്തി. അടിക്കും തിരിച്ചടിക്കുന്നു താലിബാൻ പറഞ്ഞിരിക്കുക. താലിബാന് പിന്നെ വേറെ കാര്യമുണ്ട്, ബംഗ്ലാദേശിനെ പോലെയാണ് താലിബാൻ. ബംഗ്ലാദേശിനോളം പോലും ഉണ്ടോ എന്നറിയത്തില്ല. കാരണം വലിയ സൈനിക ശേഷിയൊന്നുമില്ല, വ്യോമാക്രമണം നടത്താനുള്ള ശേഷിയൊന്നും താലിബാന് കുറവാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, താലിബാന് പാകിസ്ഥാൻ പട്ടാളക്കാരത്തിന് ഇല്ലാത്തൊരു മികവുണ്ട്. താലിബാനുകൾ ചാവേറുകളാണ്. അവന് ബോംബും വെച്ചിട്ടേക്ക് വരും. പാകിസ്ഥാൻ പട്ടാളക്കാരൻ ചാവേറായിട്ട് പോകത്തില്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഇവിടെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തൂടെ അഫ്ഗാനിസ്ഥാൻ പണി കൊടുക്കും. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ, ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. അപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, മതപീഡനം, ഹിന്ദുക്കളിൽ നിന്ന് പതുക്കെ ക്രൈസ്തവരിലേക്ക് മാറുകയാണ്. ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലെവലിലേക്ക് ഇത് മാറുകയാണ്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ആലോചിക്കേണ്ടത്, ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനിക്ക് ഭീഷണി എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.